ആക്ടേഴ്സിൻ്റെ ലൈഫിനോടുള്ള ഒബ്സഷൻ ഇപ്പോഴും ഉണ്ടല്ലോ. സോ ദേ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ യു ടു ഫെയിൽ. ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ എഡ്യൂക്കേഷൻ ഓൾസോ. കാരണം നമുക്ക് ഒരു പ്രശ്നം സംഭവിച്ചാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം, ഈ മോശമായ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക്, ആർട്ടിസ്റ്റിന് മെത്തേഡ് ആക്ടിങ്ങിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. നല്ല ക്യാരക്ടേഴ്സ് ഉള്ളപ്പോൾ, നന്മയുള്ള ക്യാരക്ടേഴ്സ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് മെത്തേഡ് ആക്ടിങ് ചെയ്തുകൂടാ? ഓൾ ഇൻഡിവിജ്വൽസ് ഡിസേർവ് റെസ്പെക്ട് ഓൺ എ ഫണ്ടമെന്റൽ ലെവൽ. അങ്ങനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. അല്ലാതെ ഒരു സ്ത്രീ ആയതുകൊണ്ട്, അമ്മയായതുകൊണ്ട് ആ ഒരു കൺസെഷൻ കൊടുക്കണം, മോളായതുകൊണ്ട് കൺസെഷൻ കൊടുക്കണം, ഇറ്റ് ഡസൻ വർക്ക്. എല്ലാവർക്കും നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആവാൻ പറ്റില്ലല്ലോ. നമുക്കും എല്ലാവരുടെയും ക്ലോസ് ഫ്രണ്ട് ആവാനും പറ്റില്ല. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. ആൻഡ് ആ ഒരു റിയലൈസേഷനിലേക്ക് വരാൻ ലേറ്റ് 30s ആവണം. എന്താണ് ആക്ടേഴ്സ് ചെയ്യുന്നത് അവരുടെ പ്രൈവറ്റ് ലൈഫിൽ? അവർ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ്? ഈ കുറേ വീഡിയോസ് ഉണ്ടല്ലോ, ലൈക്ക് ഗെറ്റ് റെഡി വിത്ത് മീ, വാട്ട്സ് ഇൻ മൈ ബാഗ്, വാട്ട്സ് ഇൻ മൈ ഹൗസ്. എന്തിനാണ്? one thing that you told me, എനിക്ക് told in an interview, എനിക്കത് ഭയങ്കരമായിട്ട് ഒരു എന്തോ ഒരു പ്രശ്നം തോന്നി അതിൽ, ഇഫ് ഐ മേ സേ സോ. ഈ ആക്ടേഴ്സ് ലൈക്കബിൾ ആയിരിക്കണം എന്നുള്ളത്, ലൈക്ക് പീപ്പിൾ ഹാവ് ടു ലൈക്ക് യു as an actor. And contrary to the movements today where it is said that be your own self and it's up to people to like you or not, this is a very different statement coming from an actor. It's like a counter current പോലെ എനിക്കൊരു ഫീലിംഗ് തോന്നി. അതെന്താ അങ്ങനെ പറഞ്ഞത്? ആൻഡ് are you talking in terms of networking? Are you talking എന്ത് കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ പറഞ്ഞത്? നെറ്റ്വർക്കിന്റെ കോണ്ടെക്സ്റ്റിലല്ല ഞാൻ പറഞ്ഞത്. ഐ മെന്റ് ദാറ്റ് ആസ് എൻ ആക്ടർ you should have gratitude and grace. അതാണ് പറഞ്ഞത്. ദാറ്റ് ഇസ് വാട്ട് ഐ മെന്റ് അബൌട്ട് ബീയിങ് ലൈക്കബിൾ. ബിക്കോസ് എപ്പോഴും നമ്മൾ എങ്ങനെയാണ് എന്ന് ആൾക്കാർ നോക്കുന്നുണ്ട്. പീപ്പിൾ ആർ കോൺസ്റ്റന്റ്ലി വാച്ചിങ് us, മീഡിയ ഇസ് വാച്ചിങ് us, ഓഡിയൻസ് ഇസ് വാച്ചിങ് us. ദ മൊമെന്റ് ദാറ്റ് ഗ്രേസ് അതില്ലാത്ത സമയം ആൾക്കാർ പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് ഐ മെന്റ്. ആൻഡ് ഓൾസോ ഐ ഫീൽ ലൈക്ക് people like seeing actors fail. ആക്ടേഴ്സിൻ്റെ ലൈഫിനോടുള്ള ഒബ്സഷൻ ഇപ്പോഴും ഉണ്ടല്ലോ. സോ ദേ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ യു ടു ഫെയിൽ. അതുള്ളതാണ്. അത് എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചിലേക്ക് ഇങ്ങനെ ഓരോ മീഡിയ ഇൻ്റർവ്യൂസും ഗോസിപ്പ് മാഗസീനൊക്കെ വായിക്കുമ്പോൾ ഇറ്റ്സ് സോ ഇൻഗ്രെയിൻഡ് ഇൻ us ടു സെലിബ്രേറ്റ് വെൻ സംബഡി ഫോൾസ്, ആൻഡ് ദാറ്റ് ഇസ് ദെയർ. അപ്പോൾ കഴിവതും ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കരുതെന്നാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നത്. ബട്ട് എന്നാലും ആക്ടിങ്ങിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ജേം, അതെവിടെ നിന്നാണ് വന്നത്? തിയേറ്ററിലേക്ക് പോവാനും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടായിരിക്കുമല്ലോ, ദാറ്റ് ഐ വോണ്ട് ടു ട്രൈ ദിസ്. അതെവിടെ നിന്നാണ് വന്നത്? ഇനിഷ്യൽ ക്യൂരിയോസിറ്റി വന്നത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. കോളേജിൽ കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഒന്നും കൊളുത്തില്ല മനസ്സിൽ. ഇതാണ് ആദ്യമായിട്ട് എൻ്റെ മൂവ്മെൻറ്റ് വൈസ് ഫിസിക്കലിയും എക്സ്പ്ലോർ ചെയ്യണം, മെൻ്റലിയും എക്സ്പ്ലോർ ചെയ്യണം, ഇമോഷണലി എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ എല്ലാ ഘടകങ്ങളും ഒത്തുചേരുന്ന ഒരു ക്രാഫ്റ്റാണ് ആക്ടിങ്. സോ ഇറ്റ്സ് വെരി ചാലഞ്ചിങ് ദാറ്റ് വേ. ഐ ഫൗണ്ട് ഇറ്റ് വെരി ചാലഞ്ചിങ്. അതുകൊണ്ടാണ് തുടങ്ങിയത്. വാട്ട് ഡു യു തിങ്ക് ഇസ് യുവർ അഡ്വാൻറ്റേജ് ആസ് എൻ ആക്ടർ? വാട്ട് കെയിം ഇൻ ഹാൻഡി? നമ്മൾ ഇത്രയും വർഷം പഠിച്ചു, ഒരു കോസ്മോപൊളിറ്റൻ എൻവയൺമെൻറ്റിൽ, ഒരു എയർഫോഴ്സ് സെറ്റപ്പ് കണ്ടോൺമെൻറ്റിൽ വളർന്ന കുട്ടി. വേർ ഡു യു തിങ്ക് ഈ നമ്മളൊരു ക്രാഫ്റ്റിലേക്ക് പോകുമ്പോഴും എന്തെങ്കിലും ഒരു സാധനം ഷുഡ് പ്രൊപ്പല്ലസ് ഫ്രം ടുവേർഡ്സ് ദാറ്റ് ആൻഡ് പുഷസ് ഇൻ ദാറ്റ് ഡയറക്ഷൻ? അത് എവിടെ നിന്നാണ് വന്നത്? വാട്ട് ഇസ് ഇറ്റ്? ഡു യു റീഡ്? ഡു യൂസ് ടു വാച്ച് ലോട്ട് ഓഫ് മൂവീസ്? എന്താണ് that you think has come in handy, or the fact that you're very observant or curious? എന്താണ്? I also thought about this, and എനിക്ക് തോന്നുന്നത് എൻ്റെ ചൈൽഡ്ഹുഡും അപ്ബ്രിങ്ങിങ്ങും അതിൽ നിന്നാണ് തുടങ്ങുന്നത്. കുറേ സ്ഥലത്ത് പോയി താമസിച്ചതിൻ്റെ, ബിക്കോസ് എനിക്ക് ഇപ്പോഴും എൻ്റെ റൂട്ട്സ് എന്താണ് അത് ശരിക്കും മനസ്സിലായിട്ടില്ല. കുറേ സ്ഥലങ്ങളിൽ 4-5 വർഷം നിന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ സ്ഥലമായിരുന്നു എൻ്റെ ഒരു ഹോം, എൻ്റെ വീട്. എപ്പോഴും ബിലോങ്ങിങ്ങിൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അതിൽ നിന്നാണ് തുടങ്ങിയത്. ആൻഡ് ആക്ടേഴ്സ് ആകുമ്പോൾ
നമ്മൾ ഒരു സെറ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോൾ അവിടെ 20-30 ദിവസം കണ്ടിന്യൂസ്ലി അവിടെയുള്ള ആൾക്കാരുമായിട്ട് കണ്ടിന്യൂസ്ലി ഇടപഴകി ഫുൾ ഡിവോട്ടഡ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ വേറെ സെറ്റിലേക്ക്. സോ ഇറ്റ്സ് വിയർഡ്. പെട്ടെന്ന് തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യണം. ആൻഡ് ഐ തിങ്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ എയർഫോഴ്സിൽ ഇങ്ങനെ റോം അറൗണ്ട് ചെയ്ത് ചുറ്റിക്കറങ്ങലിൻ്റെ ആ ലൈഫ് സ്റ്റൈൽ ആക്ടിങ്ങിനോട് കുറച്ച് ഇറ്റ് വാസ് സിമിലർ. പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, പെട്ടെന്ന് ഇണങ്ങാൻ കഴിയുന്നുണ്ട്. ഐ ക്യാൻ ദാറ്റ് വാസ് ഹെൽപ്ഫുൾ. That would have helped you, എന്താ പറയാ, ഷേപ്പ് ഷിഫ്റ്റ് അല്ലേ? ഷേപ്പ് ഷിഫ്റ്റ്. പിന്നെ എനിക്ക് ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വിച്ച് ഇസ് വൈ ഐ ലവ് ഗോയിങ് ടു എയർപോർട്ട്സ്. ഞാൻ ഫ്ലൈറ്റ് പിടിക്കാൻ പോകുമ്പോൾ കുറച്ച് നേരത്തെ പോയിരിക്കും. അവിടുത്തെ ക്യാരക്ടർ, റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന കുറേ ആൾക്കാരും അവരൊക്കെ ഒബ്സർവ് ചെയ്യാൻ ലൈക്ക് കുറേ പ്രത്യേകതരം ആൾക്കാരാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു എന്താണ് സ്പെഷ്യാലിറ്റി ഉണ്ടാവും അവരുടെ സ്വഭാവത്തിൽ. ചിലവരിങ്ങനെ സ്വന്തം സംസാരിക്കുമായിരിക്കും, ഇങ്ങനെയൊക്കെ ആംഗ്യങ്ങളൊക്കെ കാണിച്ച് അവർ എന്തൊക്കെയോ ടാസ്ക് ചെയ്യാൻ ഇങ്ങനെ മനസ്സിൽ തന്നെ ക്രോസ് ഔട്ട് ചെയ്യുകയാണ് ആ ഒരു ലിസ്റ്റൊക്കെ. പിന്നെ ഇറ്റ്സ് വണ്ടർഫുൾ ടു ഒബ്സർവ് ഓൾ ഓഫ് ദീസ് തിങ്സ്. ആൻഡ് ഇതൊക്കെ ഈ ഒരു ക്യൂരിയോസിറ്റി വേണം. ക്യൂരിയോസിറ്റിയാണ് ആക്ടറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് അത് എല്ലാ ആക്ടേഴ്സിലും, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടേഴ്സിലും, ഈവൻ ദ എസ്റ്റാബ്ലിഷ്ഡ് വൺസ് ആൻഡ് പുതുതായിട്ട് വരുന്ന ആക്ടേഴ്സിലും അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിഫറെൻറ്റ് ലെവൽസിനാണ് ഉള്ളത്. പക്ഷേ ആ ക്യൂരിയോസിറ്റി എന്തായാലും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ സെറീൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ആക്ടിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ല. എപ്പോഴും ഞാൻ ഈ മെത്തേഡ് ആക്ടിങ് എന്ന് കേൾക്കാറുണ്ട്. അതെന്താ ശരിക്കും? Are you a method actor? എനിക്കൊരു പ്രോസസ്സ് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറേ ടെക്നീക്സിൽ നിന്നും എനിക്ക് കൺവീനിയൻ്റ് ആയി തോന്നുന്ന കുറച്ച് സാധനങ്ങൾ എടുത്ത് എല്ലാം കുഴച്ചടിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന അതാണ് എൻ്റെ പ്രോസസ്സ്. ഇഫ് യു വോണ്ട് ടു കോൾ ഇറ്റ് എ പ്രോസസ്സ്. ഈ മെത്തേഡ് ആക്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്താണെന്ന്. ഞാൻ ഇത് സ്റ്റാനിസ്ലാവ്സ്കി എന്നൊരു തിയേറ്ററിൻ്റെ ഒരു റീസെർച്ചറാണ്. അയാളാണ് ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻഡസ്ട്രിയിലേക്ക്. ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം, ഈ മോശമായ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക്, ആർട്ടിസ്റ്റിന് മെത്തേഡ് ആക്ടിങ്ങിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. നല്ല ക്യാരക്ടേഴ്സ് ഉള്ളപ്പോൾ, നന്മയുള്ള ക്യാരക്ടേഴ്സ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് മെത്തേഡ് ആക്ടിങ് ചെയ്തുകൂടാ? മോശമായ ക്യാരക്ടേഴ്സ്, ഒരു സൈക്കോപാത്തോ അല്ലെങ്കിൽ ഒരു മൊരഡൻ ടൈപ്പ് ക്യാരക്ടർ ആകുമ്പോൾ മാത്രം എന്നെ ഈ ക്യാരക്ടറായിട്ട് മാത്രം കണ്ടാൽ മതി, എൻ്റെ പേര് വെച്ച് വിളിക്കണ്ട, ഈ ക്യാരക്ടറിന്റെ പേര് വെച്ച് വിളിച്ചാൽ മതി. വെരി ഇൻട്രസ്റ്റിംഗ്ലി നാറ്റലി പോർട്ട്മാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മെത്തേഡ് ആക്ടിങ് ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു ലക്ഷറിയാണ്, അത് പെണ്ണുങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. Why? She says, I don't think you can expect society to see you as that character because already ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറേ ജഡ്ജ്മെന്റ് കിട്ടുന്നുണ്ട്. So this would be adding more on top of. അപ്പൊ എവിടെയും മെത്തേഡ് ആക്ടിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ആ ക്യാരക്ടറായിട്ട് എക്സിസ്റ്റ് ചെയ്യുക, ഓൺ ക്യാമറ, ഓഫ് ക്യാമറ ആൻഡ് ഫോർ ദാറ്റ് പീരിയഡ് ഓഫ് ടൈം ഓൾസോ, ഇഫ് റിക്വയർഡ്. യെസ്, ഷൂട്ട് കഴിഞ്ഞിട്ട് ലൈക്ക് ഹോട്ടൽ റൂമിലേക്ക് പോകുമ്പോഴും വീട്ടിലേക്ക് പോകുമ്പോഴും ഇൻ ഫ്രണ്ട് ഓഫ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആ ക്യാരക്ടറായിട്ട് ബിഹേവ് ചെയ്യുന്നത്, ആ ക്യാരക്ടറിന്റെ കുറച്ച് ബിഹേവിയർ ട്രേറ്റ്സ് ഒക്കെ കാണിക്കുന്നത്. ഓ മൈ ഗോഡ്, ദാറ്റ്സ് സോ ഡിഫിക്കൽട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, പുഷ്പം മെത്തേഡ് ആക്ടറായിട്ട് നിന്നിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? അത് അക്കൗണ്ടബിലിറ്റിയിൽ നിന്ന് മാറാനുള്ള നല്ല ടെക്നിക് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. എന്ത് തോന്നിയ മാസം കാണിച്ചിട്ട് ഞാൻ മെത്തേഡ് ആക്ടിങ് എന്ന് പറയാലോ. കമ്മിങ് ടു ഹേമ കമ്മിറ്റി, ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇവിടെ വന്നത്, അത് പുറത്തു വരികയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലെ എങ്ങനെയാണ് സെറീൻ കാണുന്നത്? ആസ് എൻ ആക്ടർ ഹു ഇസ് പ്രോബബ്ലി വർക്ക്ഡ് ഇൻ അതർ ഇൻഡസ്ട്രീസ് ആൻഡ് ഓൾസോ സമൺ ഹു ഇസ് ഇൻ ദി ഇൻഡസ്ട്രി. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു റെസ്പോൺസ് ആണ്, എന്തുകൊണ്ട് ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഹേമ കമ്മിറ്റിക്ക് മുന്നേയും ഒരു ഇൻസിഡന്റിനെ പറ്റി, നമുക്ക് പറ്റിയ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു റെസ്പോൺസ് ആണ്. ബട്ട് ഹൗ കെൻ യു, അതാണോ നമ്മുടെ ഒരു റെസ്പോൺസ്? കാരണം ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തന്നെ കുറേ സമയം എടുക്കുമല്ലോ. ആൻഡ് ട്രോമ ഹാസ് നോ ടൈം ലിമിറ്റ് ഓർ യു ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ് എനി ടൈം. അത് സംസാരിക്കാൻ തന്നെ കുറേ സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ ബോഡി പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, മെന്റലി പ്രോസസ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ഹൗ പീപ്പിൾ ടോക്ക് അബൌട്ട് ഇറ്റ് ദാറ്റ് വേ. ഇതിനൊരു ഐ ലൈക്ക് ദാറ്റ് ഇതിനെപ്പറ്റി ഒരു കോൺവെർസേഷൻ ഒക്കെ വന്ന് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പല പല ഇഷ്യൂസിനെ പോലെ അതും
പോയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഡൈഡ് ഡൗൺ. ആ ചർച്ച പോയിട്ടുണ്ട്. ഇപ്പൊ സെറീൻ്റെ ഒബ്സർവേഷനിൽ ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ ഞാനൊരു ജെൻഡർ സ്പെസിഫിക് ആയിട്ട് പറയല്ല, വേണമെങ്കിൽ ജെൻഡറായിട്ടും ആ ലെസ്സിൽ കൂടെയും കാണാം. എന്താണ് വൺ തിങ് ദാറ്റ് യു ലൈക്ക് റിയലി ടു ചേഞ്ച് ഫോർ യു ആസ് എ പെർഫോമർ? പെർഫോമർ ആയിട്ടല്ല, ജസ്റ്റ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചേഞ്ചാണ്. ഒരു സ്ത്രീയെ കാണുമ്പോൾ, ഒരു സ്ത്രീയുടെ ഒരു വിഷയത്തിനെ പറ്റി, അവരുടെ ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുമ്പോൾ ഉടനെ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? അത് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എന്തിനാണ് അവരൊരു വ്യക്തിയായിട്ട് കണ്ടൂടെ? അവരെ ഒരു യു ഹാവ് ടു ഹാവ് ദാറ്റ് അറ്റാച്ച്മെന്റ് ഓഫ് ഒരു അമ്മയെ പോലെ കാണണം, ചേച്ചിയെ പോലെ കാണണം, മോളെ പോലെ കാണണം. കുറച്ച് എമ്പതി കാണിക്കാൻ അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അവര് ഒരു ഇൻഡിവിജ്വൽ ആണ്. ഓൾ ഇൻഡിവിജ്വൽസ് ഡിസേർവ് റെസ്പെക്ട് ഓൺ എ ഫണ്ടമെന്റൽ ലെവൽ. അങ്ങനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. അല്ലാതെ ഒരു സ്ത്രീ ആയതുകൊണ്ട്, അമ്മയായതുകൊണ്ട് ആ ഒരു കൺസെഷൻ കൊടുക്കണം, മോളായതുകൊണ്ട് കൺസെഷൻ കൊടുക്കണം. ഇറ്റ് ഡസൻ വർക്ക്. ദാറ്റ് വാസ് വെരി റിഫ്രഷിംഗ് ഫോർ മീ ഇൻ ആട്ടം, ബിക്കോസ് അവരെന്നെ അങ്ങനെയല്ല കണ്ടത്. ഒരു മോളെ പോലെ, ഒരു അനിയത്തെ പോലെ ഒന്നും അല്ല കണ്ടത്. ഒരു ആർട്ടിസ്റ്റ്, ഒരു ഷീസ് എൻ ഇൻഡിവിജ്വൽ, ഷീസ് എൻ ആർട്ടിസ്റ്റ്. അവർക്ക് അതിൻ്റെതായ സമയവും റെസ്പെക്റ്റും എല്ലാം കൊടുക്കണം. ദാറ്റ്സ് ഹൗ ദേ അപ്രോച്ച്ഡ് മീ. ഓൾ ഓഫ് ദം, വിച്ച് വാസ് ഗ്രേറ്റ്. അതിൻ്റെതായ അപ്പോഴാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഫ്രീഡവും ആ ക്വാളിറ്റി അതിൻ്റെ ഔട്ട്പുട്ടിലും ഉണ്ട് കാണാൻ. അതൊരു പക്ഷേ ഇവർ എല്ലാവരും തിയേറ്റർ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട്, ലോകധർമ്മിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു അറിവായിരിക്കാം, ഒരു നോളജ് ആയിരിക്കാം. പോസിബിളി കുറച്ച് ബോധവും വിവരവും ഉള്ളതുകൊണ്ടും. ദേ ഇന്ററാക്ട് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ്. അപ്പൊ ആ എക്സ്പോഷറും ഉള്ളത് കൊണ്ട് അപ്പൊ ഈ മറ്റേ സോഷ്യൽ മീഡിയ ചേട്ടന്മാരെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ പൊതുവെ. ഞാൻ കൂടുതലും കാണാറില്ല. സോഷ്യൽ മീഡിയ ആയിട്ട് എന്താണ് റിലേഷൻഷിപ്പ്? കാരണം ഇപ്പൊ എല്ലാം PR മെഷീനറിയും ഒരു സോഷ്യൽ മീഡിയ ഓവർ ഡ്രൈവിന്റെ കാലത്ത് നിൽക്കുമ്പോൾ ജെറീൻ എന്താണ്, വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് സോഷ്യൽ മീഡിയ? കാരണം ഞാൻ നോക്കിയിട്ട് ഞാൻ അധികം ഒന്നും കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ. ഞാൻ പേരിനും വേണ്ടിയാണ് ചെയ്യുന്നത്. അത് കൂടുതലും അതിൽ നിന്നും, ആ സ്പേസിൽ നിന്നും മാറി നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അവിടെ പോകുമ്പോൾ, ആ സ്പേസിലേക്ക് കയറുമ്പോൾ ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്. കോവിഡ് സമയത്ത് കുറേ കുട്ടികൾ അവരുടേതായ ഒരു സോഷ്യൽ സ്പേസ് തന്നെ ഓൺലൈൻ മീഡിയയിലായിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്സും അവർ ഫോസ്റ്റർ ചെയ്ത ഓരോ ബന്ധങ്ങളും എല്ലാം ഓൺലൈനായി. അവർക്ക് ഓഫ്ലൈൻ വേറൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഇറ്റ്സ് സോ ഡേഞ്ചറസ്. ഇത്രയും അൺമോണിറ്റേർഡ് ആയിട്ടുള്ള സ്പേസിലാണ് ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അതിലേക്ക് ലാച്ച് ഓൺ ചെയ്യുകയും ആ ഒരു ഇഷ്യൂവിനെ സപ്പോർട്ട് ചെയ്യുകയും വിതൗട്ട് പ്രോബബ്ലി അനലൈസിങ് ആൻഡ് ഗിവിംഗ് ഇറ്റ് ദ ടൈം, റീഡിംഗ് അപ്പ് അബൌട്ട് ഇറ്റ്, ആൻഡ് വിതൗട്ട് ഈവൻ ഗിവിംഗ് ഇറ്റ് ദ ടൈം ഫോർ അതിന്റെ ഇവോൾവ് ആവാനുള്ള സമയം പോലും കൊടുക്കാതെ എടുത്തു ചാടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനാരിയോയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ജെറീൻ. പക്ഷെ അത് അവരുടെ കരിയറെ പുഷ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. Do you agree with that and do you see that it helps people like that? അത് മീഡിയയും ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. കാരണം ഈ ആക്ടേഴ്സിനോടും സെലിബ്രിറ്റീസിനോടും ഇൻഫ്ലുവൻസേഴ്സിനോടും അവർക്ക് ഇവന്റിൽ വരുമ്പോൾ ഉടനെ തന്നെ ആ ആഴ്ചയിലുള്ള ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്കിനെ പറ്റി ചോദിക്കും. അതും ആ ഇവന്റ് തമ്മിൽ ഒരു ബന്ധവുമില്ല. ബിക്കോസ് അവർ നോക്കുന്നത് ഒരു റിയാക്ഷന് വേണ്ടിയാണ്, റെസ്പോൺസിന് വേണ്ടിയല്ല. ഒരു ഇൻഫോംഡ് റെസ്പോൺസ് അല്ല അവർ നോക്കുന്നത്. പെട്ടെന്ന് അയാളെ സ്പോട്ടിലാക്കിയിട്ട് ഒരു റിയാക്ഷൻ, ഒരു റീലാക്കി പുറത്തു വിടാനാണ് അവരുടെ ആഗ്രഹം. സോ ഓൾ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ആർ വർക്കിംഗ് ടുഗെദർ ലൈക്ക് ദിസ്. ആൻഡ് ഈ മെഷീനറി ഇറ്റ്സ് ക്വൈറ്റ് നാസ്റ്റി ഓണസ്റ്റ്ലി. ഞാൻ അതിൽ നിന്നും കുറച്ച് മാറി നിൽക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റെഡിറ്റിൽ കുറച്ച് വിയേർഡ് സാധനങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയക്കും. അപ്പോൾ ഓക്കെ നൈസ്, പിന്നെ സ്വിച്ച് ഓഫ്. On that note, yes, okay. ഇതെന്റെ ഫ്രണ്ട് വെനസയുടെ കാർഡ് ഗെയിം ആണ്. Okay, the word is കാണിക്കട്ടെ. No. എത്ര എളുപ്പത്തിലാണ് നോ പറയണത്? Or are you a compulsive yes person? സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ഒരു ഇൻസിഡൻറ്റ്, ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടുമായിട്ട് ഒരു സംസാരിച്ചിരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്. her name is Prerna. She was telling me about how as a woman it's very difficult to say no. ഇത് ഞാൻ ഇൻഡസ്ട്രിയിൽ കയറുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞതാണ്. She said don't be afraid to make a scene.
നെവർ ബി അഫ്രൈഡ് ടു സേ നോ. അത് പ്രശ്നമായാലും കുഴപ്പമായാലും ഇല്ല, അത് പിന്നെ ഡീൽ ചെയ്യാൻ പറ്റും. ബട്ട് മേക്ക് ഇറ്റ് ക്ലിയർ ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ദിസ് ഷുഡ് ബി യുവർ ഫേവറേറ്റ് വേർഡ്, യുവർ ഗോ ടു വേർഡ്. ഓ ദാറ്റ്സ് എ വെരി വണ്ടർഫുൾ പീസ് ഓഫ് അഡ്വൈസ്. അപ്പൊ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ടോ? ഐ എം ട്രൈങ്. പരമാവധി ശ്രമിക്കുന്നുണ്ട്. ബട്ട് യെസ്, അത് എപ്പോഴും അതിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. സന്ദർഭം അനുസരിച്ചിരിക്കും, നമ്മൾ ചുറ്റുപറ്റിയുള്ള ആൾക്കാരനുസരിച്ചിരിക്കും. ബട്ട് ഇറ്റ്സ് എ വെരി പവർഫുൾ വേർഡ്. ഇറ്റ് റിയലി ഈസ്. കാരണം ഇപ്പൊ 2 ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന വളരെ ക്ലോസ്ലി റിലേറ്റഡ് ടു ഹാരസ്മെന്റ് ആൻഡ് സെക്ഷൽ ഹാരസ്മെന്റ് ആണ്. ആൻഡ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ ബിക്കംസ് വെരി പവർഫുൾ. വെരി പവർഫുൾ. അത് മാത്രമല്ല, നോ മാത്രമല്ല, അപ്പൊ തന്നെ ലൈക്ക് യു സെഡ് an effort to at least react immediately would help. തീർച്ചയായിട്ടും അതാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതും. ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ എഡ്യൂക്കേഷൻ ഓൾസോ. കാരണം നമ്മൾക്ക് ഒരു പ്രശ്നം സംഭവിച്ചാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഓഫ് കോഴ്സ് ഫാമിലി ഉണ്ട്, പക്ഷെ അവരെല്ലാം പ്രശ്നം കഴിഞ്ഞിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് സപ്പോർട്ടൊക്കെ ഉള്ളത്. പക്ഷെ പ്രശ്നം സംഭവിക്കുമ്പോൾ ആ റിയാക്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ഓൾവേസ് സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്, ഹാവ് ദാറ്റ് സ്ട്രെങ്ത് ആസ് മച്ച് ആസ് പോസിബിൾ. എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ ദ വെദർ. ഡിപ്പെൻഡ്സ് upon the weather. ഏത് കാര്യമാണ് ഫോർ യു ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വെദർ? ലിറ്ററലി ആൻഡ് ഫിഗറേറ്റീവ്ലി രണ്ടും. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. ഒന്ന് ചൂട്, പിന്നെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെ മീറ്റ് ചെയ്യാനും അവര് വന്ന് ചോദിക്കും, പിന്നെ അടുത്ത പ്രോജക്റ്റ് എന്താണ്. അത് കുഴപ്പമില്ല, അതെങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവര് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് ക്യൂരിയോസിറ്റി. ഇത് ആക്ടേഴ്സ് അവരുടെ പ്രൈവറ്റ് ലൈഫിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒബ്സഷൻ. എന്താണ് ആക്ടേഴ്സ് ചെയ്യുന്നത് അവരുടെ പ്രൈവറ്റ് ലൈഫിൽ, അവർ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ്. ഈ കുറേ വീഡിയോസ് ഉണ്ടല്ലോ, ലൈക്ക് ഗെറ്റ് റെഡി വിത്ത് മീ, വാട്ട്സ് ഇൻ മൈ ബാഗ്, വാട്ട്സ് ഇൻ മൈ ഹൗസ്. എന്തിനാണ്? So how do you choose your friends, Zareen? Who makes it to your friend list? കുറേ സമയമെടുത്താണോ ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യുന്നത്? അതോ യു ക്യാൻ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ഗേജ് ആ വ്യക്തി എനിക്ക് തോന്നുന്നില്ല ഞാൻ ക്യാരക്ടറിന്റെ ഒരു നല്ല ജഡ്ജാണെന്ന്. ഇപ്പോഴും അത് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ഒബ്സർവന്റ് ആണ്, ക്യൂരിയസ് ആണ്, അതാണ് എനിക്ക് അതിശയം. പക്ഷെ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഇത്രയും അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. നമുക്ക് അറിയാവുന്ന പാറ്റേൺസിൽ ജഡ്ജ് ചെയ്യാൻ നോക്കിയാലും ആ പാറ്റേൺ തെറ്റിച്ചാണ് മനുഷ്യന്റെ ബിഹേവിയറും സ്വഭാവവും എല്ലാം. അതെ. സോ ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ ദാറ്റ് വേ. ഫ്രണ്ട്സിനെ നോക്കുന്നത്, ഇത് ഞാൻ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ദി ഓൺലി വേ ഐ ജഡ്ജ് പീപ്പിൾ. സർവീസ് ഇൻഡസ്ട്രിയിലെ ആൾക്കാരോട് എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, ലൈക്ക് ഹോട്ടലിലെ വെയിറ്റേഴ്സും സ്റ്റാഫിനോടൊക്കെ എങ്ങനെയാണ് ആൾക്കാർ, ഒരു കസ്റ്റമർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് വേ ടു ജഡ്ജ് സംബഡീസ് അപ്ബ്രിങ്ങിങ്. അവരുടെ വളർത്തുഗുണം ജഡ്ജ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അതും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. Because if somebody wants to put on an act, they can easily put on. Yeah, they can, but it also immediately shows അവര് ഒരു how comfortable they are to, you know, get angry. എത്ര പെട്ടെന്നാണ് അവര് from 0 to 60 പെട്ടെന്ന് ഒരു ലെവലിലേക്ക് എത്തുന്നത്. So I keep that in my mind. Yeah, that is one way you judge your friend. Yeah, okay, that is the one way I judge everyone. എന്റെ ഇന്നർ ഫ്രണ്ടിലേക്ക് വരാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങനെയൊന്നുമില്ല. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, പിന്നെ എല്ലാവർക്കും നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആവാൻ പറ്റില്ലല്ലോ. നമുക്കും എല്ലാവരുടെയും ക്ലോസ് ഫ്രണ്ട് ആവാനും പറ്റില്ല. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. ആൻഡ് ആ ഒരു റിയലൈസേഷനിലേക്ക് വരാൻ ലേറ്റ് 30s ആവണം. നമ്മള് ഏർലി 20s ഒക്കെ ആകുമ്പോൾ ഭയങ്കര ആവേശം, എല്ലായിടത്തും പോകണം, എല്ലാവരുടെയും കൂടെ ഇന്ററാക്ട് ചെയ്യണം, എവറിബഡി ഷുഡ് ലൈക്ക് us എന്നൊക്കെ ഉണ്ട്. ബട്ട് നൗ കുറച്ചുകൂടെ സെറ്റിൽഡാണ്. അല്ലേലും കുഴപ്പമില്ല, നടന്നില്ലേലും കുഴപ്പമില്ല, നടന്നാലും കുഴപ്പമില്ല, നടന്നില്ലേലും കുഴപ്പമില്ല. യു ആർ വെരി കാം അബൌട്ട് ഇറ്റ്. എല്ലാം ഡീൽ ചെയ്യാൻ പറ്റും എന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് ലോഗ് ഓഫ് റീസ്റ്റാർട്ട്. ലോഗ് ഓഫ് റീസ്റ്റാർട്ട് എന്താണ് റീസെന്റ് ലോഗ് ഓഫ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തത്? ഞാൻ എപ്പോഴും ഒരു മെന്റൽ റീസ്റ്റാർട്ടിന് വേണ്ടി ചെയ്യുന്നത് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് പോകുമ്പോഴാണ്.
അത് വർഷത്തിലൊരിക്കൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എനിക്ക് എൻ്റെ പ്രോസസ്സിലും റിയാക്ഷനിലും സാച്ചുറേഷൻ അടിച്ചു സാച്ചുറേഷൻ തുടങ്ങുമ്പോൾ തന്നെ സ്ഥലം വിടണം, മാറണം ഇവിടുന്ന്. എന്തെങ്കിലും ഒരു ഇളക്കി മറിക്കണം, ലൈക്ക് ഫിസിക്കലി ഓർ മെന്റലി ഐ ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ പെട്ടെന്നൊരു വേറൊരു സംഭവത്തിലേക്ക് ഇറ്റ് ടേക്സ് അവർ മൈൻഡ് ഓൺ എ ഡിഫറെൻറ്റ് റൂട്ട്. പിന്നെ പുതിയൊരു സ്കില്ല് പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലൂടെ പോകുന്ന ഓരോ മാറ്റങ്ങൾ ഇറ്റ് ചേഞ്ചസ്, ഇറ്റ്സ് ലൈഫ് ചേഞ്ചിങ് ശരിക്കും. ഒരു എക്സാമ്പിൾ പറയൂ. ഞാൻ ഈ ഇടയ്ക്ക് പോട്ടറി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര റെസ്റ്റ്ലെസ് ആയ ഒരാളാണ് ഞാൻ. എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കോൺഷ്യസ്ലി നമ്മൾ സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കും പോട്ടറി. നമുക്ക് റിസൾട്ടിനെ പറ്റി ആലോചിക്കാൻ പറ്റില്ല. അത് പ്രോസസ്സിനെ, ഇറ്റ്സ് മോർ അബൌട്ട് ദ പ്രോസസ് ദാൻ ദ റിസൾട്ട്, വിച്ച് ഇസ് വെരി സിമിലർ ടു ആക്ടിങ് ഓൾസോ അല്ലേ? ബിക്കോസ് ഇറ്റ്സ് റിസൾട്ടിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന പ്രോസസ്സ് നഷ്ടപ്പെടാവില്ല, വർക്കാവില്ല. നമ്മൾ എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോകും. സോ ഇറ്റ്സ് അബൌട്ട് ബീയിങ് ഇൻ ദ മൂമെന്റ്. സോ ലോഗ് ഓഫ് റീസ്റ്റാർട്ട്, pottery and workshops. And where do you go for workshops? വർക്ക്ഷോപ്പ് workshops പല സ്ഥലങ്ങളിൽ പോവാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇവിടെ അജിത് ലാലിന്റെ സ്പേസ് ഓഫ് ആക്ട് വടുതലയിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി ജസ്റ്റ് വർക്ക്ഷോപ്സ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്രൂപ്പ് വർക്ക്ഷോപ്സിന് ഏറ്റവും പറ്റിയ സ്ഥലം വിൽ ബി ആദിശക്തി ഓഫ് കോഴ്സ്. പിന്നെ ആർട്ടിസ്റ്റ് കളക്റ്റീവ് മുംബൈയിൽ, അതുൽ മോങ്കിയാട്, അവരിപ്പോ കൊച്ചിയിലും വരുന്നുണ്ട്. ആഡ് യുവർ മസാല. എവിടെയാണ് മസാല ചേർക്കുന്നത് കറിക്കല്ലാതെ? മസാല എന്ന് പറയാൻ പറ്റില്ല. ഐ തിങ്ക് പുട്ടിങ് ഓൺ എ ഫ്രണ്ട്. ദാറ്റ്സ് ലൈക്ക് ഐ സെഡ്, ഒരു ആക്ടർ ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആളാവുമ്പോൾ യു ഹാവ് ടു പുട്ട് അപ്പ് എ ഫ്രണ്ട് ഓഫ് യുവർ സെൽഫ്. അതാണ് ഞാൻ ഇപ്പോ മനസ്സിൽ വരുന്നത്, കത്തിയത്. ദർ ഹാസ് ടു ബി ഗ്രാറ്റിറ്റ്യൂഡ്, കുറച്ച് ഗ്രേസ് വേണം. പ്രശ്നങ്ങൾ വന്നാലും അത് സോൾവ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ്. ഈ ഒരു ആക്ടറിന്റെ ലോങ് പീരിയഡ്സ് ഓഫ് ലൾ, അതൊരു ആക്ടറിനെ തകർക്കാം കംപ്ലീറ്റ്ലി. ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് യുവർ മെന്റൽ ഹെൽത്ത്, ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് യുവർ പീസ്, സ്റ്റെബിലിറ്റി എല്ലാം. അപ്പൊ അതെങ്ങനെയാണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ആക്ടർ? ആൻഡ് സെറീന്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ പ്രൊഫഷണൽ ലൈഫിൽ തന്നെ there are big gaps. അപ്പൊ ഈ ഗ്യാപ്സ് എങ്ങനെയാണ് ഹോൾഡ് ഓൺ ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു? ഞാൻ ആക്ടിങ് സീരിയസ്ലി എടുക്കണം എന്ന തീരുമാനത്തിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇതിന്റെ പുറകെ തന്നെ പോയാൽ, ഇത് തന്നെ എൻ്റെ ഒരു നമ്പർ 1 പ്രയോറിറ്റി ആക്കിയാൽ പാളിപ്പോവും. ഇത് തന്നെ മാത്രമല്ലല്ലോ, എൻ്റെ ലൈഫിൽ കുറേ നല്ല കാര്യങ്ങളുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ഉണ്ട്, ഒരു ഹസ്ബൻഡ് ഉണ്ട്, ഹോബീസ് ഉണ്ട്. ദീസ് ആർ ഓൾ, ഐ ഹാവ് എ വെരി വെരി ത്രൈവിങ് ലൈഫ്. ആ ലൈഫിനെ കുറച്ചുകൂടെ നന്നാക്കി എൻറിച്ച് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തണം, ആക്ട് ചെയ്യുമ്പോഴും ആക്ട് ചെയ്യാത്തപ്പോഴും. അപ്പോൾ ഐ ട്രൈ ടു ഹാവ് എ ഫുൾഫില്ലിംഗ് ലൈഫ് ഈവൻ വെൻ ഐ ഡോണ്ട് ഹാവ് വർക്ക് മാത്രമല്ല ബി ഓൾ ആൻഡ് എൻഡ് ഓൾ. അങ്ങനെ നോക്കിയാൽ വർക്ക് ഇസ് നോട്ട് ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് മൈ ലൈഫ്. ഞാൻ മാക്സിമം ഒബ്സർവ് ചെയ്ത് എൻജോയ് ചെയ്ത് നോക്കുന്ന ഒരാളാണ്. That's how I want to approach life. I don't want to be caught up with achievements. Try upside down. ഏതെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നേരെ തിരിച്ച് അപ്രോച്ച് ചെയ്ത്, അതായത് ഞാൻ ഇത്രയും പഠിച്ച കാര്യങ്ങളെല്ലാം അൺലേൺ ചെയ്ത് ഡിസ്മാന്റിൽ ചെയ്ത് ഞാൻ അപ്രോച്ച് ഡിഫറെന്റ്ലി. എനിക്ക് തോന്നുന്നു രേഖാചിത്രത്തിലെ പുഷ്പം എന്ന ക്യാരക്ടറായിരിക്കും. ആട്ടത്തിൽ കുറച്ച് റിഹേഴ്സൽ സമയം ഉണ്ടായിരുന്നു, അഞ്ജലിയെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ രേഖാചിത്രത്തിൽ ആ സമയത്തിന്റെ ലക്ഷറി ഇല്ലായിരുന്നു. പക്ഷേ ആ സമയം കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മതി എന്ന് ആ മേക്കേഴ്സ് എന്നോട് പറഞ്ഞിരുന്നു. കാരണം എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ അപ്രോച്ച് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് വാട്ട് വർക്ക്സ് ഫോർ ദിസ് മൂവി. സോ ഇറ്റ് വാസ് ക്വൈറ്റ് എക്സൈറ്റിംഗ് ടു സീ ദാറ്റ് പാർട്ട് ഓഫ് ദ പ്രോസസ്. പിന്നെ പുഷ്പത്തിനൊരു വില്ലനായിട്ടല്ല ഞാൻ കണ്ടത്. ഷീ ഈസ് റെഡി ടു ഡു വാട്ട് എവർ ഇറ്റ് ടേക്സ്. അവർക്കും അവരുടേതായ ഒരു സ്ട്രെങ്ത് ഉണ്ട് ഓഫ് കോഴ്സ്. ആൻഡ് ആ സ്ട്രെങ്ത്തിൻ്റെ ബേസിസിലാണ് അവർ മുന്നോട്ട് ലൈഫിൽ പോകുന്നത്. എനിക്ക് ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ അവരുടെ. അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്. ആ ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ,
ആ വരുന്നത് വരട്ടെ, ഓക്കെ കോൺസിക്വൻസസ് ഉണ്ടാവട്ടെ, കുഴപ്പമില്ല, ഞാൻ ഡീൽ ചെയ്തോളും, എനിക്ക് ആരെയും ആവശ്യമില്ല. പക്ഷെ എന്നാലും അവർക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. സോ ഷീ ട്രൈസ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ബാലൻസ്. എനിക്ക് ആരെയും ആവശ്യമില്ല, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷെ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും അറിയാം. ഇറ്റ്സ് ഓക്കെ ടു യൂസ് പീപ്പിൾ. അപ്പോൾ ഹൗ ഡു യു അപ്രോച്ച് എ കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ ലൈക്ക് ദാറ്റ്? ഈ ഓവർ ആക്കാതെ എങ്ങനെ അത് ചെയ്യാൻ പറ്റും? ആൻഡ് ഫോർ ദാറ്റ് ജസ്റ്റ് ഗോ ഫോർ ദ വെരി സിംപ്ലസ്റ്റ് തിങ്സ്. അങ്ങനെയായിരുന്നു. ഇപ്പൊ പുഷ്പത്തിനെ കുറിച്ച് പറയുമ്പോഴേ ഐ ക്യാൻ സീ ദാറ്റ് ചേഞ്ച് ഇൻ യുവർ ഐസ്. ദാറ്റ്സ് അമേസിംഗ് സരീൻ. Yeah, it was different. And that's what I'm chasing also. ഞാൻ ഇതുവരെ ചെയ്തതിൽ കുറച്ച് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഞാൻ നോക്കുന്നത്. ഒരാളിനെ അപ്രോച്ച് ചെയ്യാൻ വരുമ്പോൾ that's what I look for. ആൻഡ് വെൻ യു സേ ഐ ആം ഡാഷ്, ഡാഷ് പൂരിപ്പിക്കണമെങ്കിൽ അതെന്തിട്ട് ടൈൽസ്? I am I'd say open to everything. എല്ലാം ട്രൈ ചെയ്യണമെന്ന് എനിക്കുണ്ട്. കുറച്ച് സമയം, വളരെ കുറച്ച് സമയം നമുക്ക് ഈ ലോകത്തുള്ളൂ. അപ്പോൾ ആ സമയത്തിൽ മാക്സിമം കഴിയുന്നതെല്ലാം ട്രൈ ചെയ്യണം, കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കണം എന്നതാണ്. So I'm open to everything. Oh, that's wonderful. That's such a lovely thought you have left me with. ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന്. ഇറ്റ്സ് എ ബ്രാൻഡ് കോൾഡ് ആയുർ ബ്ലിസ്. Okay. അപ്പം ദേ ഹാവ് ആയുർവേദിക് പ്രോഡക്ട്സ്. അവരുടെ lovely. സോപ്സ് ആണ് ആൻഡ് ദേ ആർ ഹാൻഡ് മെയ്ഡ് ആൻഡ് പ്യുവർ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ്. സോ ഇറ്റ്സ് എ സ്മോൾ ഗിഫ്റ്റ് ഫ്രം അവർ എൻഡ്. താങ്ക് യു സോ മച്ച്. Thank you so much. This is lovely. താങ്ക് യു സോ മച്ച് സരീൻ, ആൻഡ് ഇറ്റ് വാസ് ലവ്ലി ടോക്കിംഗ് ടു. എനിക്ക് ശരിക്കും ഈ കാർഡ് ഗെയിം മുഴുവൻ കളിപ്പിക്കണമെന്നുണ്ടായിരുന്നു. വേറെ സമയത്ത് ചെയ്യാം. But it was really lovely, and keep up the good work. I really want to see more performances of yours. Thank you. More and more to come, I'm sure. Thank you so much. Thank you. Thank you.